പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിവയ്ക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിവയ്ക്കുന്നതിനേക്കാൾ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ നിഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവേ, ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ടായിടങ്ങിയ വഴി കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. നാസറത്ത് വെച്ച് ഈശോ വിധിക്കപ്പെടുകയാണ്. നമ്മുടെ എല്ലാ പാപ മേഖലകളെയും ഈശോ തന്റെ ആത്മാവിന്റെ പാപകടങ്ങളായി പാപാവസ്ഥയിലേക്ക് തന്നെ പൂഴ്ത്തുന്നു, തന്നെ താഴ്ത്തുന്നു. മേഖലകളെല്ലാം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ നൽകിയ അനുഗ്രഹദായകമായ ആ പരിശുദ്ധമായ സങ്കടങ്ങള്, വേദനകളെല്ലാം നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ദൈവകൃപയോട് ചേർത്ത് വെക്കുവാൻ ഈശോ ഒരു വികരനായ കുറ്റക്കാരനായി മനുഷ്യകുലത്തിന്റെ മുമ്പിൽ പാപിയായി മുദ്രകുത്തപ്പെട്ടു വിധിക്കപ്പെടുവാൻ ദൈവം ഇരുമനസ്സായ മണിക്കൂറുകളുടെ യോഗ്യതയാൽ പാപാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സഭയുടെയും സഭാ സമൂഹത്തിന്റെ ഇടയിൽ ദൈവിക നന്മയെ നിഷേധിക്കുന്ന, എന്നിട്ട് പാപബോധമില്ലാതെ ജീവിക്കുന്ന എല്ലാ മേഖലകളിലുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് ദൈവം വിധിക്കപ്പെട്ടത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ആയിരിക്കുവാനുള്ള കൃപ, നമ്മുടെ വിധി മാറ്റി എഴുതുവാൻ ദൈവകൃപ നമ്മളെ സഹായിച്ചതിനെ ഓർത്ത് കരുണയയച്ച് പ്രാർത്ഥിക്കാം. രണ്ടെണ്ണം വെച്ച സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്നാനാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം നീ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും ക്ഷമിക്കണേ. ഞങ്ങളെ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറവോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചെടുപ്പിക്കണമേ. രണ്ടാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശു ഭീകരമായ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ശരീരമായി മുറിവുകളും വേദനകളും കൊണ്ട് തിങ്ങി വേദനിക്കുന്ന സമയത്ത് ഈശോ തന്നെ ഏൽപ്പിക്കുന്ന കുരിശിനെ ചുംബനം കൊണ്ട് ഹൃദയപൂർവ്വം സ്വീകരിക്കുക. പലപ്പോഴും നമ്മുടെ ചെറിയ സങ്കടങ്ങളെ പോലും വെറുപ്പും മറുതലിപ്പും മൂടുകൂടിയാണ് ചില സങ്കടങ്ങളും വേദനകളും ഒക്കെ നിവൃത്തികേട് കൊണ്ട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ഈ പാപലേശ പോലും ഇല്ലാത്ത പരിശുദ്ധനായ ദൈവം പാപികൾക്ക് വേണ്ടി പാപിയായി മാറി പാപത്തിന്റെ ഭാരം മുഴുവനും ആവാഹിക്കപ്പെട്ട കുരിശിനെ സ്നേഹപൂർവ്വം ചുംബനം കൊണ്ട് സ്വീകരിച്ചപ്പോ ഈശോ യഥാർത്ഥത്തിൽ നമ്മളെ ഓരോരുത്തരെ തന്നെയാണ് ചുംബിച്ചത്. ആ പരിശുദ്ധമായ സ്നേഹത്തിന്റെ മുമ്പില് നമ്മള് എപ്പോഴാണെങ്കിലും മുട്ടുമടക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും ജീവനോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹത്തെ തിരിച്ചറിയുവാനും പാപബോധത്തെ ഏറ്റവും കൃപയോടുകൂടി അനുദപിച്ചുകൊണ്ട് നമ്മളെ ചെയ്തു പോയ, നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയ വൈകൃതമായ ജീവിത
മേഖലകളെയും പാപാവസ്ഥകളെയും ആത്മാർത്ഥമായി അനുദപിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വകൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭവിച്ചർപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ഈശോ കുരിശിന്റെ ഭാരത്തിന്റെ ശരീരത്തിന്റെ വേദനകളുടെ ഭീകരതയിൽ മുഖം പൊത്തി വീഴുന്ന ഈശോയെ നമുക്ക് ഈ സമയം ധ്യാനിക്കാം. പ്രത്യേകമായിട്ട് ഈശോ ശരീരമാസകല മുറിവുകളും വേദനകളും ഈശോയുടെ തിരുത്തോളിൽ അനുഭവിച്ച വേദനകളും ഏറ്റവും ഭീകരം തന്നെയായിരുന്നു. എങ്കിലും ഈശോയുടെ ആത്മഭാരം അതിനേക്കാൾ വലുതായിരുന്നു. ആത്മാവിലുള്ള ഭാരം പലപ്പോഴും നമുക്ക് ഒത്തിരി ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കും, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ മനസ്സിന്റെ ഭാരത്തിന്റെ മേല് നമ്മൾ ബലഹീനമായി തകർന്നും തളർന്നും പോകുന്ന ഓരോ സമയങ്ങളിൽ സഹായതയില്, നമ്മുടെ പാപാവസ്ഥയില്, നമ്മുടെ നികൃഷ്ടതകളിലൊക്കെ നമുക്ക് ഒക്കിയെടുക്കുവാൻ സാധിക്കാത്ത അനേകം കുരിശുകളുടെ ഭാരങ്ങളും ഹൃദയത്തിലുള്ള പലവിധ അവസ്ഥകളും ചിന്തകളും ആകുലതകളൊക്കെ ഉണ്ടാവും. ഈശോയെ ആ സമയം ഈശോ അനുഭവിച്ച ഈ വേദനയോട് ചേർത്ത് വെച്ച് വീഴാതിരിക്കുവാൻ ഈശോ ഞങ്ങൾക്ക് മുമ്പേ വീണ വേദനയുടെ യോഗ്യതയാല് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന്. അങ്ങനെ തകർന്ന് തളർന്നു പോകുന്ന ഒരുപാട് മക്കള് വീണു പോകുന്ന ഒരുപാട് മേഖലകളുണ്ടല്ലോ. അവരെല്ലാം വീണ്ടെടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാം. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വകൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവെ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വയ്ക്കാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്രോതസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോ പരിശുദ്ധമായ അമ്മയുടെ മുമ്പില് വലിയ മുറിവുകളോടും വേദനകളോടും ഭീകരമായ സങ്കടങ്ങളോടുകൂടെ അമ്മയെ സമീപിക്കുമ്പോ, അമ്മ ഈശോയെ സമീപിക്കുമ്പോ മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം രണ്ട് ഹൃദയങ്ങൾ ഭീകരമായ സങ്കടക്കടലിൽ മുങ്ങിത്താഴുന്ന സമയം ഈശോയെ പലപ്പോഴും സഹായതയുടെ മുമ്പില് ആരും സഹായിക്കാനില്ലാതെ ആ വേദനകൾ കൂടി കടന്നു പോകാനായിട്ട് എടുക്കുന്ന ആ ഹൃദയഭാരവും ജീവിതയാത്രകളിലെല്ലാം അമ്മയോടും ഈശോയോടും ചേർന്ന് പലപ്പോഴും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളും ബുദ്ധികളും എല്ലാം ഈശോയെ അങ്ങയുടെ കുരിശിന്റെ യാത്രകളോട് ചേർന്നിരിക്കുവാൻ തന്നെ ഞങ്ങളുടെ ചിന്തകളെ ബുദ്ധികളെ സഹായിക്കുകയും കടന്നു പോകുന്ന സങ്കടങ്ങളെല്ലാം
അടുത്ത ജീവിതത്തിന്റെ അടുത്ത സമയത്തിന്റെ മഹത്വത്തിന്റെ യാത്രകളിലേക്ക് ഉയരപ്പെടും എന്നുള്ള പ്രത്യാശയോടുകൂടെ ദൈവമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് നയിക്കപ്പെടുവാൻ അതിന് തിരിച്ചറിവില്ലാതെ പലവിധ യാതനകളിലും വേദനകളിലും സ്വന്തം ആത്മാവിനെ ക്രൂരമായി വേദനിപ്പിക്കുകയും ഭീകരമായി നശിപ്പിക്കുവാനും ഇടയാക്കുന്ന പാവപ്രലോഭനങ്ങൾ വീണു പോകുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളെയും ജീവനെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 4-ാം സ്ഥലം. ഈശോ മിശിഹ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ദുഃഖസമുദ്രത്തിൽ മുഴുകി ദൈവരക്ഷിതാവേ, സഹനത്തിന്റെ കാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്രോതസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ശിവയോൻ ഈശോയെ സഹായിക്കുന്ന ഈ സമയങ്ങളിൽ പലപ്പോഴും നമുക്കും അവിചാരിതമായും അറിയാതെയും അജ്ഞതകളിൽ കൂടി പോലും ഈശോയെ സ്നേഹിക്കുവാൻ, സഹായിക്കാനും ശുശ്രൂഷിക്കുവാനും ഒത്തിരിയേറെ അവസരങ്ങളും സാഹചര്യങ്ങളും ഈശോ ഒരുക്കുന്നുണ്ട്. അതിൽ കൂടി പരിത്യാഗമുണ്ടാവാം, പുണ്യപ്രവൃത്തികളുണ്ടാവാം. എങ്കിലും അത് ദൈവം സ്വർഗത്തിന്റെ അനുഗ്രഹ സമയങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കരുതി വെച്ചതാണ്. പലപ്പോഴും നമ്മുടെ കഴിവുകേട് കൊണ്ടും നമ്മുടെ അറിവുകേട് കൊണ്ടും ഒക്കെ നമ്മൾ മനഃപൂർവ്വം അത് അവഗണിച്ച് കളയുമ്പോൾ ദൈവത്തിന്റെ കരുതലും സംരക്ഷണത്തെയാണ് അതോടൊപ്പം തന്നെ അവഗണിച്ചു കളയുന്നത്. ഈശോയെ ശുശ്രൂഷിക്കുവാനും ഈശോയുടെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും കിട്ടുന്ന അവസരങ്ങളും ഓരോ അനുഗ്രഹങ്ങളും വലിയൊരു സ്വർഗീയ നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതയാത്രകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 5-ാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കരുണാനിധിയെ കർത്താവെ, ഈ സ്ഥിതി ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന നമ്മുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്നോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് വെറോനിക്ക ഈശോയെ കാണുന്നു. ദൈവമായിട്ട് നമ്മുടെ ഏറ്റവും നിസ്സാരതയെ ദൈവം എത്രമാത്രം മഹത്വീകരിക്കുവാനിടയാക്കും. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം യഥാർത്ഥ സ്നേഹത്തിന്റെ ആത്മാർത്ഥതയിൽ കൂടിയാണ് നമുക്കത് നമ്മുടെ നിസ്സാരതയെ ഈശോയുടെ കൃപയാൽ ഉന്നതമായ മഹത്വത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്, നമ്മളെ ഉയർത്തുന്നത്. നമ്മൾ എത്ര ചെറുതായാലും ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ദൈവത്തിനൊരു പ്രശ്നമല്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ ആ സ്നേഹം
അത് എത്രമാത്രം സത്യസന്ധമാണെന്നുള്ള കാര്യത്തിലാണ് ദൈവം ഹൃദയത്തിലേക്ക് നമ്മളെ നോക്കും. അതുവഴി നമുക്ക് കിട്ടുന്ന അനുഗ്രഹം മറ്റൊരു വെറോനിക്കയുടെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരങ്ങൾ ഭൂമിയിൽ വെച്ച് അനവധി അവസരങ്ങളായിട്ട് പല വ്യക്തികൾ കൂടി സാഹചര്യം കൂടി തരുന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കുവാനുള്ള ദൈവിക ജ്ഞാനവും അറിവും ബോധ്യവും വിവേകവും നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 6-ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവെ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങയുടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലത്ത് വെച്ച് ഈശോ 2-ാം വർഷം വീഴുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, നമ്മുടെ നിസ്സാരമായ ജീവിത യാത്രകളിൽ ദൈവം നൽകിയിരിക്കുന്ന അനവധിയായ അനുഗ്രഹങ്ങളും കൃപകളും കരുതലും സ്നേഹവും സംരക്ഷണവും ഒക്കെ നൽകിയിട്ടും നന്ദിയില്ലാതെ ഈ ലോകത്ത് വെച്ച് ജീവിച്ചു കൂട്ടുന്ന പാപകരമായ അനേക അവസ്ഥകളെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നന്ദിയില്ലാതെ പോകുമ്പോൾ നന്ദി ഇല്ലാത്ത നെറുകെട്ട ജീവിതത്തിലേക്ക്, പിശാച് ഏറ്റവും ഭീകരമായ അപകടത്തിലേക്ക് നയിക്കുവാൻ എളുപ്പമാണ്. അവിടെയുള്ള എല്ലാ മേഖലകളെയും ഈശോയുടെ ഈ വേദനയോട് ചേർത്ത് വെച്ച് നന്ദിയുള്ള ജീവിതത്തിന്റെ മുമ്പിൽ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ നികൃഷ്ടാവസ്ഥകൾ അല്ലെങ്കിൽ നമുക്കതിനോടുള്ള അലസതയും മന്ദതയും ഒക്കെ ഈശോയുടെ ഈ വീഴ്ചയുടെ കാരണമാക്കി മാറ്റിയിട്ടുള്ള എല്ലാ മേഖലകളെയും ഓർത്ത് നമുക്ക് ചോദിച്ച് തന്നെ അയച്ച് പ്രാർത്ഥിക്കാം. 7-ാം സ്ഥലം ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. നേതൃകൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ. മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. നഗരിയിലെ സ്ത്രീകളുടെ കണ്ണുനീരുകൾ എത്രമാത്രം സത്യസന്ധവും ആത്മാർത്ഥതയുമാണെന്ന് യേശു കണ്ട് മനസ്സിലാക്കിയവരുടെ കണ്ണുനീരിന്റെ മുമ്പില് ഏറ്റവും അനുകമ്പയോടെയുള്ള കടാക്ഷവും അവരുടെ ജീവിതത്തിന്റെ മേലെ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും കടന്നു വരാൻ പോകുന്ന എല്ലാ അപകടകരമായ ദുരന്തങ്ങളുടെ പ്രവചനങ്ങളും യേശോയുടെ സമയം അവരെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ ജീവിതയാത്രകളിലെല്ലാം വരാനിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളെയും യേശോ യഥാസമയം നമ്മൾ അറിയിക്കുന്നുണ്ടെങ്കിലും
വേണ്ട ബോധ്യത്തോടുകൂടെ സ്വീകരിക്കാത്തത് കൊണ്ട് ലോകം നമ്മളെ അതിന് പ്രാപ്തമാക്കുന്ന ചിന്തയിൽ നിന്നും ലൗകിക ചിന്തകളിലേക്ക് വലിച്ചിടുന്നത് കൊണ്ടും വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുമ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മള് തിരിച്ചറിയാതെ ഈ ലോക സ്വാതന്ത്ര്യത്തില് നോഹയുടെ കാലത്ത് എന്ന പോലെ സിദോം ഗൊമോറയില് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടില് ഇന്നും ജീവിക്കുന്ന അനേകം മക്കളുടെ മുമ്പില് ഈശോ അന്നും ഈശോയെ പ്രതിവേദനിക്കുന്ന മക്കളുടെ മുമ്പിൽ പോലും വരാനിരിക്കുന്ന ദുരന്തങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ജീവിത ദുരന്തങ്ങളുടെ മുമ്പില് എല്ലാത്തിന്റെയും കാരണം ഞങ്ങളുടെ പാപകടങ്ങളും പാപത്തിന്റെ ഭീകരമായ ഭാണ്ഡത്തിന്റെ ഘനവും തന്നെയാണ്. അതെടുത്ത് മാറ്റുവാൻ ഈശോയെ അങ്ങയോട് ഐക്യപ്പെടുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എട്ടാം സ്ഥലം ഈശോ മിശിഹാ ഓർക്കലെ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചുറപ്പിക്കണമേ. അവസരത്ത് വെച്ച് ഈശോ വലിയ വേദനയോടുകൂടി മുഖം പൊത്തി കുരിശുമായി വീഴുമ്പോ ഈശോയുടെ പരിശുദ്ധ നാമത്തെയും മഹത്വത്തെയും തന്നെ അവഹേളിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ആത്മീയ അന്ധത ബാധിച്ച ഒരുപാട് മക്കളുണ്ട്. കാലഘട്ടത്തില് ഈശോയുടെ നാമം ഉപയോഗിച്ച് ഈശോയ്ക്കെതിരെ ശുശ്രൂഷകളും ശുശ്രൂഷകരെയും ഉണ്ടാക്കുന്ന പലവിധ തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തിലും അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ഈശോയുടെ പരിശുദ്ധ നാമം ഉപയോഗിച്ച് പലവിധ ദൈവത്തിന്റെ നാമത്തെ വൃഥ ഉപയോഗിക്കുന്ന അനേകം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോ ഈ വേദനയോടുകൂടെ ഈ സമയം വീഴുന്ന ആ യോഗ്യതയുടെ വേദനയിൽ നമ്മൾ ഈശോയുടെ പരിശുദ്ധമായ കരുണ അവർക്ക് വ്യക്തമായ ബോധ്യത്തോടെ തിരിച്ചറിയുവാനും പാപബോധത്തോടുകൂടെ ആനന്ദിക്കുവാനുള്ള കൃപ നൽകി. ഈശോയുടെ നാമം അത്രമാത്രം പരിശുദ്ധമാണ്. അത് ഉപയോഗിക്കുവാൻ മനുഷ്യന് യാതൊരു അവകാശവും ഇല്ലാത്ത വിധം പാപാവസ്ഥയിലായിരുന്നിട്ട് പോലും യാതൊരു പാപബോധമില്ലാതെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ഒമ്പതാം സ്ഥലം നമ്മുടെ ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരിശുദ്ധേ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപിച്ചുറപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശരീരവിശുദ്ധി നഷ്ടപ്പെടുത്തിയും സ്വാതന്ത്ര്യത്തോടും അഹങ്കാരത്തോടും കൂടെ ബുദ്ധിയിലും ശക്തിയിലും പണത്തിലും സമ്പത്തിലും പാരമ്പര്യങ്ങളിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും അതിലാണ് വിജയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിന്റെ ഭീകരമായ വഴിയിൽ കൂടി സ്വാതന്ത്ര്യത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ മുന്നോട്ട് കുതിക്കുന്ന അനേകം കോടി ജനങ്ങളുടെ പരിശുദ്ധമായ ജനങ്ങളുടെ പാപങ്ങളുടെ മേല് ഈശോയുടെ പരിശുദ്ധമായ ഈ വേദനയുടെ യോഗ്യതയാൽ അവരുടെ എല്ലാ ആത്മാക്കളുടെ മേലും ഈശോ വലിയ കരുണ കാണിച്ച് പാപപരിഹാരം ചെയ്തത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശരീരം എത്രമാത്രം വിശുദ്ധിയിലാണോ ആത്മാവ് അതുപോലെ വിശുദ്ധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആത്മാവ് വിശുദ്ധിയിലാണെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മഹത്വം ദൈവത്തിന്റെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ വളരെ സാധ്യമാകുന്ന എല്ലാ മേഖലകളെയും ഈശോ നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് നൽകും. അത് തിരിച്ചറിയാതെ ഈ ലോകത്തിന്റെ സുഖമോഹങ്ങളിലോ ശരീരാശക്തിയുടെ വലിയ അപകടകരമായ ജീവിത മേഖലകൾ കൂടി സഞ്ചരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 10 സ്ഥലം ദിവ്യരക്ഷന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മരണ സമയത്ത് ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപിച്ചുറപ്പിക്കണമേ. സ്ഥലത്ത് വെച്ച് ഈശോയുടെ പ്രസിദ്ധമായ കൈകളും കാലുകളിലും ഭീകരമായ ആണികൾ കൊണ്ട് തറക്കുകയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പച്ചയായ ശരീരത്തിൽ ഈശോ അനുഭവിച്ച മാരകമായ ഓരോ മുറിവുകളും എത്രയോ ദുസ്സഹമായ വേദന അനുഭവിച്ചിരുന്നെങ്കിലും ഈശോ 2 കൈകളും കാലുകളും നമുക്ക് വേണ്ടി അവരുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഏറ്റവും മാരകമായ വേദനയിൽ കൂടി തന്നെയാണ് ഈശോ കടന്നുപോയതെങ്കിലും അവർക്ക് യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഏറ്റവും ദുരന്തം പിടിച്ച ആ മണിക്കൂറുകൾ അനുഭവിച്ച ഈശോയുടെ ശുദ്ധമായ സഹനങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ കരുണയെ അറിയാതെ ജീവിക്കുന്ന ഓരോ ജീവിത യാത്രകളിലും അഹങ്കാരങ്ങളിൽ അനുഭവിക്കുന്ന സ്വാർത്ഥ സുഖങ്ങള്, സമ്പത്തിൽ അനുഭവിക്കുന്ന സുഖ ജീവിതങ്ങള്, അറിവുകള് തലയിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിനെതിരെ പ്രയോഗിക്കുന്ന എല്ലാ ബുദ്ധിജീവികളെയും കരുണയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. 11 സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. അജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രദർശിപ്പിക്കണമേ. 12 സ്ഥലത്ത് വെച്ച് ഈശോ ഭീകരമായ സങ്കടങ്ങളുടെയും വേദനകളുടെയും അവസാന മണിക്കൂറുകൾ കൂടി കടന്നു പോകുമ്പോൾ ഈശോയുടെ മരണത്തിന്റെ സമയങ്ങളിലെല്ലാം ഈശോ മരകമായ മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം മരകമായ വേദനയാണ് മണിക്കൂറുകളോളം കുരിശിൽ കിടന്നുകൊണ്ട് സഹിച്ചത്. ഒരു ശ്വാസം പോലും എടുക്കുവാൻ സാധിക്കാൻ പറ്റാത്ത വിധം ഭീകരമായ മുറിവുകളുടെ ഇടയിൽ ഈശോ തൂങ്ങപ്പെട്ട ശരീരവുമായി വിവസ്ത്രധാരണമായി ഈശോ അനുഭവിച്ച അപമാനവും വേദനയും ഒരുപോലെ അമ്മ കുത്തുന്ന ചുവട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഈശോയുടെ പരിശുദ്ധമായി മരണത്തിന്റെ യുവതിയാലും പാപബോധമില്ലാതെ മനസാന്തരത്തിന്റെ കൃപ നഷ്ടപ്പെടുത്തി ജീവിത മേഖലകളുടെ സ്വാർത്ഥതയിലെ സുഖ ജീവിതങ്ങളിലും കടന്നുപോയി ജീവിത അവസാനത്തിന്റെ മണിക്കൂറുകളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് രോഗാവസ്ഥയില്, അപകട മരണത്തില്, പെട്ടെന്നുള്ള മരണത്തില്, ദുരൂഹ സാഹചര്യങ്ങള്, ആത്മഹത്യയില്, ഭ്രൂണഹത്യയില് മരണപ്പെടാനിടയാക്കുന്ന എല്ലാ മക്കളുടെ മേലും പ്രത്യേകിച്ച് നമുക്കെതിരെ ദ്രോഹവും അനീതിയൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്കെതിരെ ദൈവിക നന്മകൾക്കെതിരെ വലിയ പദ്ധതികളും ചിന്തകളും ശക്തിയും പുറപ്പെടുവിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സാന്തരത്തിനും കരുണയിൽ ആശ്രയിച്ചേർത്താവേ ആത്മാവിന്റെ ദുരന്തങ്ങളെ തിരിച്ചറിയുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചു. 12 സ്ഥലം കുരിശന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വിടരുതേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13 സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ശരീരം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്ന സമയമാണ്. ഈശോയുടെ ശരീരമാസകലം ഭീകരമായ മുറിവുകളോടും വേദനയോടുകൂടെ ഈശോയുടെ മുമ്പില് അമ്മയും അതേ വേദനയിൽ കൂടി കടന്നുപോയെങ്കിലും ഈശോയെ ഒരു വാക്കുകൊണ്ടോ ഒരു സഹായം കൊണ്ടോ ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധം നുറുങ്ങി ഹൃദയവേദനയോടുകൂടെ ഈശോയോട് കൂടെ തന്നെ സഞ്ചരിച്ചൊരമ്മ മരണത്തിന് ശേഷമാണ് ഈശോയെ കൈകളിലേക്ക് കിട്ടിയത്. മാത്രം ഭീകരമായ വേദനയെ കൂടിയാണ് കടന്നുപോയതെങ്കിലും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കുവാൻ അമ്മ നിശബ്ദം അതെല്ലാം സഹിച്ചു. ബലിപീഠം ഒരുക്കി അമ്മേ ഞങ്ങളുടെ പാപത്തിന്റെ എല്ലാ ബലിയും പാപപരിഹാരമാക്കി ഈശോയെ തന്നെ നൽകിയ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ പാപമേഖലകളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയോടെ ഐക്യപ്പെടുവാനും വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശ്വസ്തയിൽ നിലനിൽക്കുവാനും എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും ദൈവം നൽകിയിരിക്കുന്ന മൂല്യമായ കുദാശ ജീവിതങ്ങളെ
പരികർമ്മം ചെയ്യുമ്പോൾ ഈശോയുടെ പരിശുദ്ധമായി പരിത്രാണത്തിന്റെ ഫലമായാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിത ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും എന്ന് തിരിച്ചറിയുവാൻ എല്ലാ ക്രൈസ്തവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 13 മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഏറ്റവും വ്യാകുലിയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരൻ ആദ്യമായി കയ്യിലെടുത്തു മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ കാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്രോസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കണമേ. 14 സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോയുടെ പരിശുദ്ധമായ ഈ സംസ്കാര ചടങ്ങുകളിൽ ഈശോ കാലേ കൂട്ടി തീരുമാനിച്ചതും ദൈവത്തിന്റെ കൃപയിൽ നിലനിർത്തിയതുമായ അനേകം കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ചിന്തകളെല്ലാം ദൈവിക പദ്ധതിയാണ്. ഓരോ ജീവിതങ്ങളിലും നടക്കേണ്ടതെന്ന് ദൈവത്തിന്റെ പുത്രന്റെ ജീവിതത്തിൽ കൂടി ഈശോയുടെ ജനനം മുതൽ മരണം വരെ കല്ലറയിൽ സംസ്കരിക്കുന്നത് വരെയും എല്ലാ കാര്യങ്ങളും ശബ്ദമെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് അമ്മയെ മാതാവേ, അമ്മയുടെ ഹൃദയവേദനയും ദാരിദ്ര്യ ദുഃഖത്തിന്റെ മുമ്പിലും വിധേയപ്പെട്ടതുപോലെ ഓരോ മനുഷ്യരുടെയും ആത്മാവ് അവസാനം ഏറ്റവും എത്ര ഭീകരമായ ഈ ലോകത്തിലെ ദുഷ്ടതയുടെ അവസ്ഥകളിലാണെങ്കിലും അവസാനം അവന്റെ ആത്മാവ് സറണ്ടർ ആകാനുള്ള സമയമാണ് മരണം. കർത്താവേ, ഈ മരണത്തിന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടങ്ങും. എല്ലാവരും ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അതുവരെ അനുഭവിക്കുന്ന ജീവിത സുഖങ്ങളും സൗകര്യങ്ങളെല്ലാം ആത്മാവിന്റെ മേലെ എത്രമാത്രം ഭീകരമായ സഹനങ്ങൾ കടത്തിവിടുമെന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുവാൻ ഈശോ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ശോധാരിത്യത്തിലും ദുരിതങ്ങളിലും എല്ലാം ഏറ്റവും സ്നേഹത്തോടെ എടുത്ത എല്ലാ വേദനകളെയും ഓർത്ത് നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് അമ്മയുടെ വ്യാപനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 14 സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അനന്തമായ പിടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയുടെ കൂടെ മരിക്കുന്നവർ അങ്ങയുടെ കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴി ഞങ്ങളും അങ്ങയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചുരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. നന്മ പറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങയുടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തമ്പുരാന്റെ അമ്മയെ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രിസ്തനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന ദൈവത്തിനെ തൃപ്തനാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. കുമാരൻ ദാവീദായ ചിന്തിയ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപരിഹാര ബലിയെ ഗൗനിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറക്കപ്പെടുകയും കുറ്റത്താൽ കുറ്റപ്പെടുകയും ചെയ്തു. പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനാരാധനയും രക്ഷകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ അന്നവേണ്ട ആഹാരം തരണമേ. കാരണയൊന്ന് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ആമേൻ. അങ്ങയുടെ കൂടെ സ്ത്രീപ്പെട്ടവളാവും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മനസ്സാപ്രകാരം എന്റെ ദൈവമേ, എന്റെ അവൻ ചെയ്തു പോയതിനാൽ പുനർദേഹത്തോടെ ഞാൻ മനസ്സറിയിക്കുന്ന പാപങ്ങളെ വരുത്തി അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ സ്ഥമാക്കിയതിനാൽ തീർച്ചയാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദോര സഹായത്താൽ പാപസാധ്യത ഉപേക്ഷിക്കുന്നു. മേലിൽ പാപം ചെയ്യുന്ന ദൃഢമായി ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ പരമാധികാരണത്തിന് പ്രാർത്ഥന